അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞൊരു പോയിൻ്റ് ആയിരുന്നു, ക്യാരി ഫോർവേഡ് ഡിപ്രിസിയേഷൻ ഈസ് ഈക്വൽ ടു കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ ഫോർ ദ പർപ്പസ് ഓഫ് സെറ്റ് ഓഫ്. നമ്മൾ ഇൻസഫിഷ്യൻറ്റ് പ്രോഫിറ്റ് മൂലം റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഡിപ്രിസിയേഷൻ ഉണ്ടെങ്കിൽ അത് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആണെന്ന് പറഞ്ഞു. അത് ആ വർഷം നമുക്ക് റൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമ്മളത് നെക്സ്റ്റ് ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഡിപ്രിസിയേഷൻ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അതിനോടൊപ്പം തന്നെ in the absence of brought forward business loss, unabsorbed depreciation can be added to current year depreciation and set off against income from any other head except income from salary. അപ്പോൾ നമ്മളവിടെ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ഇല്ല എന്നതുകൂടി നമ്മൾ ഉറപ്പാക്കണം. അപ്പം ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ഇല്ല എങ്കിൽ ക്യാരി ഫോർവേഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ നമുക്ക് കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ ആയിട്ട് കണക്കാക്കാവുന്നതാണ്. മറ്റ് ഹെഡ് ഓഫ് ഇൻകം വെച്ച് നമുക്കത് എക്സെപ്റ്റ് ഇൻകം ഫ്രം സാലറി ഒഴികെ നമുക്ക് മറ്റ് ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്നും ഇത് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റവുമാണ് എന്ന് പറഞ്ഞു. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷനും ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസും അതുപോലെ തന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷനും തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ ഒരു ഓർഡറിൽ മാത്രമേ നമ്മൾ ആ സമയത്ത് സെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ. ആദ്യം ബിസിനസ് ഇൻകത്തിൽ നിന്നും കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനും ശേഷമാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് ഫസ്റ്റ് കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ, ദെൻ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ്, ദെൻ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് 3 lakh, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ക്യാരി ഫോർവേഡ് 1,80,000, കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ 2 lakh, ബിസിനസ് പ്രോഫിറ്റ് 4,50,000, ഇൻകം ഫ്രം അതർ സോഴ്സസ് 7 lakh. അപ്പോൾ ക്വസ്റ്റ്യനിൽ 3 ഐറ്റം തന്നിട്ടുണ്ട്: കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ, ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ്, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ. അപ്പം ഓർഡർ ഓഫ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത് ആദ്യം ബിസിനസ് ഇൻകത്തിൽ നിന്ന് നമ്മൾ കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യുക, ദെൻ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ്, അതിനുശേഷമാണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ പ്രകാരം ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 4,50,000 ആണ്. ആദ്യം നമ്മൾ ലെസ് ചെയ്യേണ്ടത് കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ ആണ്. കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ 2 lakh ആണ് തന്നിട്ടുള്ളത്. 4,50,000 ലെസ് 2 lakh, ബാലൻസ് 2,50,000 എന്ന് കിട്ടും. ഈ 2,50,000 നിന്നും ഓർഡർ പ്രകാരം ഇനി ലെസ് ചെയ്യേണ്ടത് ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ആണ്. അപ്പോൾ നിലവിലെ ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് എന്ന് പറയുന്നത് 3 lakh ആണ്. അപ്പോൾ 2,50,000 നിന്നും 3 lakh ലെസ് ചെയ്താൽ നമുക്ക് മൈനസ് ഫിഗർ ആയിരിക്കും കിട്ടുക, 50,000 കിട്ടും. അതെന്ന് പറയുന്നത് ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ. കാരണം ഈ 2,50,000 ഇൻകത്തിൽ നിന്ന് നമുക്ക് 3 lakh മുഴുവനായിട്ടും ലെസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ് ടു 2,50,000 മാത്രമേ ഇവിടെ ലെസ് ചെയ്തിട്ടുള്ളൂ. ദെൻ ബാക്കി ബാലൻസ് 50,000 എന്ന് പറയുന്നത് ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ. അപ്പോൾ നമുക്കിവിടെ ബിസിനസ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഇൻകം മുഴുവനായിട്ട് നമ്മൾ ഈ പറയുന്ന ഐറ്റം സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു. ഇനി നമുക്ക് അതർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് 7 lakh ഉണ്ട്. അപ്പോൾ നമുക്കിനി കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷനും ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസും സെറ്റ് ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഒരു ഐറ്റം കൂടി സെറ്റ് ഓഫ് ചെയ്യാനുണ്ട്, അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ. ബിസിനസ് ഇൻകം നമ്മൾ മുഴുവനായിട്ടും സെറ്റ് ഓഫ് ചെയ്യാൻ എടുത്തത് കൊണ്ട് തന്നെ അതർ സോഴ്സ് ഓഫ് ഇൻകം ആയിട്ടുള്ള ഇൻകം ഫ്രം അതർ സോഴ്സിൽ നിന്ന് നമുക്കിത് ലെസ് ചെയ്യാവുന്നതാണ്. അതർ ഹെഡ് ഓഫ് ഇൻകം, ഇൻകം ഫ്രം അതർ സോഴ്സ് 7 lakh, അതിൽ നിന്നും അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ 1,80,000 ലെസ് ചെയ്തു. ദെൻ നെറ്റ് ഇൻകം 5,20,000 എന്ന് കിട്ടും. അപ്പോൾ ഓർഡർ വെച്ച് കറൻറ്റ് ഇയർ ഡിപ്രിസിയേഷൻ ആദ്യം കുറച്ചു, ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് കുറച്ചു. ഇനി ഈ വർഷം നമുക്ക് മുഴുവനായിട്ട് ബിസിനസ് പ്രോഫിറ്റ് ഇൻസഫിഷ്യൻ്റ് ആയിട്ട് വന്നു, എല്ലാം എമൗണ്ടും സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതർ ഹെഡ് നോക്കിയപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ നമുക്ക് ലെസ് ചെയ്യാം. ഒരിക്കലും ബിസിനസ് ലോസ് ക്യാരി ഫോർവേഡ് ടു ദ നെക്സ്റ്റ് ഇയർ എന്ന് പറയുന്നത് മറ്റൊരു ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്ന് നമുക്ക് ലെസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല.
കാരണം ഇവിടെ 5,20,000 ഇൻകം ഫ്രം അതർ സോഴ്സിൽ ബാലൻസ് എമൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ ഒരു ലോസ് നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ലോസസ് നമുക്ക് എന്താണ് ബിസിനസ് ഇൻകത്തിൽ നിന്ന് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റൂ. അതർ ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്നും സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ബിസിനസ് ഇൻകത്തിൽ നിന്നും സാലറി ഒഴികെയുള്ള മറ്റു ഹെഡ് ഓഫ് ഇൻകത്തിൽ നിന്നും നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്.